കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. എന്താണ് അത്ഭുതകരമായ രോഗശാന്തിയിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുന്നത്? ദൈവം ലോകത്തോട് സംസാരിക്കുന്നത് ഇതാണ്. ദൈവവചന പ്രഘോഷണ വേളയിൽ ദൈവരാജ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനം മാംസമായി തീർന്ന, വചനം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ക്രിസ്തുവായി മാറിയ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു, രോഗശാന്തികൾ സംഭവിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചുയർത്തവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം നാം ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ദൈവം സ്നേഹം ആകുന്നു. ജെറമിയ പ്രവചനം 31:3. ജെറമിയ 31:3. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നോടുള്ള എന്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്. നീ തെറ്റു ചെയ്താലും, നീ ദൈവത്തെ നിഷേധിച്ചു പറഞ്ഞാലും, ദൈവമില്ല എന്ന് വലിയ സമൂഹത്തിന്റെ മുമ്പില് പരസ്യമായിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും അവിടുന്ന് നിന്നെ തല്ലിക്കൊല്ലുകയില്ല, അവിടുന്ന് നിന്നെ ശിക്ഷിച്ച് നശിപ്പിക്കുകയില്ല. നിന്റെ മനസ്സു തിരിവിന് വേണ്ടി കാത്തിരിക്കുകയേ ഉള്ളൂ. കാരണം ദൈവം നമ്മുടെ എല്ലാവരുടെയും സ്നേഹമുള്ള പിതാവാണ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് യേശുവാണ്. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് യേശുവിലുള്ള വിശ്വാസം വഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവപുത്രരായി നമ്മളെ മാറ്റുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മളിൽ കുടിവാഴുന്നത് കൊണ്ട് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള യേശുക്രിസ്തു എങ്ങനെ ദൈവത്തെ വിളിച്ചുവോ അതുപോലെ നമുക്കും ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകി. യേശുവിന്റെ നാമം എല്ലാ നാമത്തെയുംകാൾ വലുതായ നാമമാണ് യേശുവിന്റെ നാമം എന്ന് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2:10-11 നാം വായിക്കുന്നു.
പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തു. ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യവംശത്തിന് പാപ പരിഹാര ബലിയായി തീർന്നു. ആ യേശുവിൽ വിശ്വസിക്കുകയും ആ യേശുവിനെ നമ്മുടെ ജീവിത സർവസ്വമായി രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വാഗ്ദാനപ്രകാരം പിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നുവെന്ന് റോമ 5:5 നാം വായിക്കുന്നു. നമുക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും ദൈവ മക്കളെ സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കുവാനും പാവപ്പെട്ടവരോടും ദുരിതമനുഭവിക്കുന്നവരോടും കരുണ കാണിക്കുവാനും ഉള്ള ആ ദൈവസ്നേഹത്തിന്റെ നിറവ് നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തെടുത്തത് അങ്ങാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ അനശ്വരമായ ഒരാത്മാവിനെ നമുക്ക് നൽകിയത് അവിടുന്നാണ്. ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല. എന്നാൽ നമുക്ക് ആരംഭമുണ്ട്, അവസാനമില്ലാത്ത, ഒരിക്കലും മരിക്കുകയില്ലാത്ത ഒരാത്മാവിനെ ദൈവം നമുക്ക് നൽകി. അനന്ത സ്നേഹമായ ദൈവം രാത്രിയും പകലും 24 മണിക്കൂറും ഓരോ നിമിഷവും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നമ്മുടെ മുകളിലും താഴെയുമുണ്ട്, വലത്തും ഇടത്തുമുണ്ട്, മുമ്പിലും പുറകിലുമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നാം ദൈവത്താൽ ചുറ്റി വളയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നു. മത്സ്യം ജലത്തിലെന്ന പോലെ ദൈവ സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ തൊട്ടടുത്തുണ്ട്. ആ ദൈവം അനന്ത സ്നേഹമാണെന്നും അനന്ത കരുണയാണെന്നും അനന്ത നന്മയാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഒരു കഷ്ടതയിലൂടെ കടന്നുപോയ ശേഷം ദൈവത്തെ അന്വേഷിച്ചു കണ്ടെത്തുന്ന ഒരനുഭവം കിട്ടുമ്പോൾ ആയിരിക്കാം. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തും വൈദികനായ ശേഷവും രാത്രിയില് ചിലപ്പോൾ വലിയ ഒച്ചയിൽ അമ്മേ എന്ന് വിളിച്ച് കരയുമായിരുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ കമന്റ് പറയുമ്പോൾ എനിക്കങ്ങനെ വലിയ ലജ്ജയോ പ്രയാസവും തോന്നിയിട്ടില്ല. വൈദികനായ ശേഷവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ വല്യവായിൽ അമ്മയെന്ന് വിളിച്ചത് രാത്രിയില്? ഒരിക്കലും കരിസ്മാറ്റിക് ധ്യാനം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ ടീമിലുള്ള 5 പേര് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഒരു 8 വയസ്സ് തോന്നിക്കുന്ന നിക്കറ് മാത്രമിട്ട ഒരാൺകുട്ടി ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് നിലവിളിക്കുന്നത് കാണാമല്ലോ ദർശനം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ എൻ്റെ കാര്യമായിരിക്കും. 2 വയസ്സായപ്പോ പാലായിൽ നിന്ന് മാതാപിതാക്കന്മാര് മലബാറിൽ കുടിയേറി പാർത്തു. കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കിയാണ് അന്ന് ജീവിതമാർഗം കണ്ടെത്തി. ഞങ്ങളൊക്കെ അവിടെ 10-12 കൊല്ലം 10-15 കൊല്ലം ജീവിച്ചു. സ്കൂൾ പഠനകാലമൊക്കെ അവിടെ ആയിരുന്നു. ഒരുപക്ഷെ വല്ല കാട്ടുപ്രദേശത്തോ കുറ്റിക്കാട്ടിലോ ഒറ്റയ്ക്കായിപ്പോയി ഞാൻ പേടിച്ച് കരഞ്ഞിട്ടുണ്ടാകാനിടയുണ്ട്. ആ പേടിയുടെ ഓർമ്മ എൻ്റെ അബോധ മനസ്സിലോ
ഉപബോധ മനസ്സിലോ കിടപ്പുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം രാത്രിയിൽ ചിലപ്പോൾ ബോധ മനസ്സുറങ്ങുമ്പോൾ അബോധ മനസ്സുണർന്നിട്ട് പഴയ ഭയം വീണ്ടും പുനരുജ്ജീവിച്ച് അന്ന് കരഞ്ഞതുപോലെ വീണ്ടും കരയുന്നതായിരിക്കാം. ഏതായാലും ഞാൻ അവരോട് പറഞ്ഞു, 5 പേരുണ്ട്, നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ 8 വയസ്സോ മറ്റോ പ്രായമുള്ളപ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ ആയി ഒറ്റപ്പെട്ടു പോയി, ആരും അടുത്തില്ലായിരുന്നു, പേടിച്ചു കരഞ്ഞ ഓർമ്മ എൻ്റെ അബോധ മനസ്സിലോ മറ്റോ കിടപ്പുണ്ടെങ്കിൽ അത് ആ ഓർമ്മയിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ആ ഭയം തുടച്ചു മാറ്റണമേ. ആ ഭയപ്പെട്ട ഓർമ്മയിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ഭയം നീക്കിക്കളയണമേ. 3 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചു കാണുകയില്ല. പിന്നെ വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും രാത്രിയിൽ പേടിച്ചു കരയുന്ന അല്ലെങ്കിൽ കരയുന്ന അനുഭവം ആവർത്തിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വന്നുപോയ വിനാശങ്ങളും തിന്മകളും പാപത്തകർച്ചകളും അതിൻ്റെ ദുഷിച്ച ഫലങ്ങളും നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ അനന്ത സ്നേഹമായ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ പാപം എത്ര നീചവും നികൃഷ്ടവുമാണെങ്കിലും, എത്ര കഠിനവും കഠോരവുമാണെങ്കിലും, കിരാതത്വം നിറഞ്ഞതാണെങ്കിലും, പാപം തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് എൻ്റെ പിഴ എന്ന് പറയാൻ തയ്യാറാകുമ്പോൾ, എനിക്ക് തെറ്റിപ്പോയി മാപ്പ് തരണമേ എന്ന് പറയുമ്പോൾ പാപമോചനം നൽകുന്നു. പാപശിക്ഷ നീക്കിക്കളയുവാൻ യേശുവിൻ്റെ പാപപരിഹാര ബലി, കുരിശുമരണം, അതിൻ്റെ ആവർത്തനമായ വിശുദ്ധ കുർബാന, ഓരോ ദിവസവും 24 മണിക്കൂറിനുള്ളിൽ കത്തോലിക്ക സഭയിൽ 5 ലക്ഷത്തോളം ദിവ്യബലികൾ അർപ്പിക്കുന്നു. ആ തിരുരക്തം, കാൽവരി കുരിശിൽ ചിന്തപ്പെട്ട അതേ തിരുരക്തം നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയും. നമുക്ക് നഷ്ടപ്പെട്ട ദൈവകൃപ തിരിച്ചു തരും. പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും നിറയാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനുമുള്ള ദൈവകൃപ സമൃദ്ധി അവിടുന്ന് നമുക്ക് നൽകും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ 11:40 മരിച്ച ലാസറിനെ മരിച്ചതിന്റെ 4-ാം ദിവസം ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രിയ സഹോദരന്റെ, ഏക സഹോദരന്റെ മരണത്തിൽ ദുഃഖിച്ച് വിലപിച്ചുകൊണ്ടിരുന്ന മർത്ത, മേരി സഹോദരിമാരോട് ഈശോ പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. യേശുവിന് അനന്ത ശക്തിയുണ്ട്. യേശുനാമത്തിന് അനന്ത സ്നേഹമാണ് യേശു, അനന്ത നന്മയാണ് യേശു, അനന്ത കരുണയാണ് യേശു. പിതാവും ഞാനും ഒന്നാണ്. യോഹന്നാൻ 10:30 ഈശോ പറയാണ്, പിതാവും ഞാനും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 14:9. ഞാൻ ജീവന്റെ ഉറവിടമാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14:6. മരിച്ച് അടക്കപ്പെട്ട ലാസറിന്റെ സഹോദരിമാരോട് ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അവർ ഉടനെ തിരിച്ചടിച്ചു, ലോകാവസാനത്തിൽ
എല്ലാ മനുഷ്യരും ഉയർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ സഹോദരനും ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഉടനെ ഈശോ പറഞ്ഞു, ഉയർപ്പ് ഞാനാണ്, പുനരുത്ഥാനവും ജീവനും ഞാനാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പാപ തകർച്ചയാൽ, രോഗ തകർച്ചയാൽ, സാമ്പത്തിക തകർച്ചയാൽ, കുടുംബ ബന്ധ തകർച്ചയാൽ മരണത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ ഉയർപ്പിക്കുവാൻ യേശുവിന് സാധിക്കും. കാരണം എന്താണ്? അവിടുന്ന് പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? ജെറമിയ 32:26-27. ജെറമിയ 32:26-27. ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ലൂക്ക 18:27. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. യേശു പറയുകയാണ്, ഞാൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. വെളിപാട് 1:17-18. വെളിപാട് 1:17-18. ഞാൻ ആൽഫായും ഒമേഗായുമാണ്, ഞാൻ ആദിയും അന്തവുമാണ്. മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. യെശയ്യ 54:10. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള അചഞ്ചല സ്നേഹത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഒരിക്കല് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ വളരെ നല്ല മനുഷ്യരായിരുന്നു. ഇടയ്ക്ക് ദുർമോഹം കയറി 18 മുറിയുള്ള വീട് വാങ്ങി. പണമടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കലഹം ആരംഭിച്ചു, ഭാര്യയും ഭർത്താവും. അവസാനം രണ്ടുപേരും മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപ്രീതി കിട്ടാനും മനുഷ്യരുടെ കയ്യടി കിട്ടാനും മനുഷ്യരുടെ ശ്രദ്ധ കിട്ടാനും വേണ്ടി നമ്മൾ പലതും ചെയ്തു കൂട്ടും. അതിനെല്ലാം നേരെ ഘടകവിരുദ്ധമായിട്ടാണ് യേശു തമ്പുരാൻ ദരിദ്രനായി ജനിച്ചു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി താൻ സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നമ്മെ പോലെ തന്നെ അവിടുന്ന് 9 മാസം ചെലവഴിച്ചു. ശിശുവായി ജീവിച്ചു, ബാലനായി, യൗവനക്കാരനായി. എന്നും അവിടുന്ന് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിമിഷം തൊട്ട് സർവശക്തനും സർവജ്ഞാനിയുമായിരുന്നു. എങ്കിലും തൻ്റെ ദൈവത്വം മറച്ചു വെച്ചുകൊണ്ട് എളിയ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് നമ്മളും യേശുവിനെ പോലെയാകണം എന്ന പ്രബോധനവും മാതൃകയും നൽകി. ഞാൻ ശാന്തശീലനും എളിമയുള്ളവനുമാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ എന്ന് മത്തായി 11:27-28 കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്, നിങ്ങൾ എന്നെ പോലെയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കിടക്കുന്ന മലയിലെ പ്രസംഗം. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്:
വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും കൂടി. അപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മനാ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വരും. സ്വർഗരാജ്യം അവരിലേക്ക് ഇറങ്ങി വരും. സമാധാനവും സന്തോഷവും സ്നേഹവും അവർക്ക് അനുഭവപ്പെടും. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടും. പൗലോസ്ലീഹ പിന്നീട് പറയുന്നു, ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട ശേഷം അതേ ആശ്വാസത്താൽ മറ്റുള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. ശാന്തശീലർ ഭാഗ്യവാന്മാർ, എടുത്തുചാട്ടവും ചാടിക്കടിക്കുക, അടിച്ചു തകർക്കുക, തെറി പറയുക, കേമനാവുക ഇതൊന്നുമല്ല. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. ധാരാളം നല്ല സുഹൃത്തുക്കൾ അവർക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയത്തില് അശുദ്ധി, ദ്രവ്യാഗ്രഹം, ദുർമോഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഭവം കിട്ടില്ല, ദൈവദർശനം കിട്ടില്ല. അതിനാൽ എല്ലാ അശുദ്ധിയും ദുർമോഹവും നമ്മിൽ നിന്ന് പിഴുതെറിയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിയെ പ്രതി പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ ചിലരൊക്കെ ചില രാജ്യങ്ങളില് മതതീവ്രവാദികള് ക്രിസ്ത്യാനികളെ തലവെട്ടിക്കൊല്ലുന്നത് TV-യില് മൊബൈലിലൊക്കെ കണ്ടു കാണും. അങ്ങനെ കണ്ടിട്ടുള്ളവർ കൈപൊക്കിക്കേ. അടുത്ത കാലത്ത് 10-21 യുവാക്കളെ മുട്ടുമ്മേ നിർത്തി അവരുടെ കഴുത്ത് വെട്ടുന്നു. അവര് യാതൊരു ക്ഷോഭവും കൂടാതെ നിന്നു കൊടുക്കുന്നു. ഞങ്ങളെ കൊല്ലല്ലേ എന്നവർ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരെ ജീവനോടെ കത്തിക്കുന്നു. അവരും ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ മാത്രമല്ല മരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. 12 അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഭാഗ്യം. യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ടു. അവർ 2000 കൊല്ലമായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച അവസ്ഥയിലും. ഈ ലോകം പ്രധാനപ്പെട്ടതല്ല, മരണശേഷമുള്ള നിത്യജീവനാണ് പ്രധാനപ്പെട്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 33-ാമത്തെ വയസ്സില് യേശു കുരിശുമരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു വിളിച്ചു പറഞ്ഞില്ല എന്നെ കൊല്ലല്ലേ എന്ന്. ജനിച്ചപ്പോൾ തൊട്ട് യേശുവിന് അറിയാമായിരുന്നു ഈ യാത്ര കുരിശുമരണത്തിലേക്കാണ് എന്നുള്ളത്. യേശുവിന്റെ അമ്മയായ മറിയം ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എന്റെ മകന്റെ കുരിശുമരണമെന്ന് ഒഴിവാക്കി തരണമേ എന്ന്. മറിയത്തിനും അറിയാമായിരുന്നു യേശുവിന്റെ കുരിശുമരണം ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണെന്ന്. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? നമ്മുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് കുരിശിൽ ജീവൻ സമർപ്പിച്ചു. നമ്മളും നമുക്കുള്ള അനുദിന ജീവിതത്തിലെ സഹനം ദൈവകരങ്ങളിൽ നിന്ന് കൈനീട്ടി സ്വീകരിച്ച്
യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു സ്ത്രീ പറഞ്ഞു, 2007 ചിക്കൻ ഗുനിയ വന്ന ശേഷം ഇന്ന് വരെ എനിക്ക് കൈ സ്വാതന്ത്ര്യമില്ല, ശരീരത്തിന്റെ സ്വാതന്ത്ര്യം പോയി. അന്ന് എൻ്റെ കൂടെ ആശുപത്രിയിൽ കിടന്ന് 7 പേരും ചിക്കൻ ഗുനിയ കൊണ്ട് മരിച്ചു. എന്തിനു വേണ്ടിയാണ് ദൈവം ഇതുപോലുള്ള സഹനം അനുവദിച്ചത്? നമ്മുടെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് ലോകം മുഴുവന്റെയും വിശുദ്ധീകരണത്തിനായി കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വൈദികൻ എൻ്റെ അടുത്ത് തമിഴ്നാട്ടിൽ വെച്ച് പറഞ്ഞു, അച്ഛാ, വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ്, പ്രാർത്ഥിച്ചു മടുത്തു, മരുന്ന് കുടിച്ചു മടുത്തു. ഞാൻ വളരെ ശാന്തനായി ഇരുന്നു കൊണ്ട്, അദ്ദേഹം നിൽക്കുകയാണ്, ഞാൻ കൊച്ചച്ഛനാണ്, അദ്ദേഹം വല്യച്ഛനാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ, ഇത് ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിന് വേണ്ടി കാഴ്ചവെക്കാനുള്ളതാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറുവോ, പ്രാർത്ഥിച്ചാൽ മാറുവോ? അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാ? 68 വയസ്സ്. അങ്ങനെയാണെങ്കിലേ 68 കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന സഹനമാണ്. അതിൻ്റെ ഇരട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതെവിടെ വെച്ച് ഞാൻ പറയുന്നറിയാം, തൂത്തുക്കുടി, തമിഴ്നാട്. അച്ഛൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു. ഞാൻ ഇരുന്നത് എന്താണെന്ന് കർത്താവ് പിന്നീട് പറഞ്ഞു തന്നു. അന്ന് ഞാൻ ഇരുന്നത് പ്രവാചകനെ പോലെയാണ്. ഞാൻ പറഞ്ഞതൊരു പ്രവചന സന്ദേശമാണ്. അച്ഛൻ ഞൊടിയിട കൊണ്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ രോഗമെല്ലാം വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സഹനം നഷ്ടപ്പെടുത്താനുള്ള സഹനമല്ല. യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി കാഴ്ചവെക്കണം. അവർ മാനസാന്തരപ്പെടണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, ദൈവസ്നേഹം കൊണ്ട് നിറയണം, പ്രേക്ഷിതരാകണം. എൻ്റെ പേര് സുശീല എന്നാണ്. ഞാൻ പാലക്കാട് കോക്കുറമ്പാടിയിൽ നിന്നാണ് ധ്യാനത്തിന് വരുന്നത്. എനിക്കിപ്പോൾ ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് കൈക്ക് മരവിപ്പും വേദനയായിരുന്നു. എത്ര നാള്? 5 വർഷമായി. ഇപ്പൊ മാറിയോ? ഇപ്പൊ മാറി. എൻ്റെ പേര് ജാൻസി എന്നാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് കൈയുടെ മസിലിന് രണ്ടിനും ഭയങ്കര വേദനയായിരുന്നു. സ്തുതിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എനിക്ക്. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല, നല്ലോണം സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് ശ്രീകാന്ത്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഒരു 2.5 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റിനിടെ എൻ്റെ കൈയുടെ ഈ ഇടത് കുഴയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. കൈ തിരിക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് എനിക്ക് പൂർണ്ണമായ വേദന മാറി. പറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ